ശബരിമലയിലെ പഴയ അഷ്ടദിക്പാലകരുടെ വിഗ്രഹം അത് എവിടെ പോയി? പഴയ കൊടിമരത്തിലുണ്ടായിരുന്ന 8 വിഗ്രഹങ്ങൾ അടങ്ങിയ അഷ്ടദിക്പാലക വിഗ്രഹം അതിപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. കൊടിമരത്തിൽ ഏറ്റവും മുകളിലുണ്ടായിരുന്ന വാജിവാഹനം തന്ത്രി കണ്ഠരര് രാജീവർ കൊണ്ടുപോയെങ്കിലും അഷ്ടദിക്പാലകരെ കുറിച്ച് ആർക്കും അറിയില്ലെന്നാണ് പറയുന്നത്. 2017 ജൂണിലാണ് പുതിയ കൊടിമരം സ്ഥാപിച്ചത്. ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് ടി വി പ്രസാദ്. എവിടേക്കും പോയിട്ടില്ല എന്ന് പറയുന്ന ആളുകൾക്ക് അത് എവിടെയാണ് മാറ്റിവെച്ചത് എന്നതെങ്കിലും അറിയേണ്ട ഒരു സാഹചര്യമുണ്ടല്ലോ. കാരണം ഒന്ന് മാറ്റിയാണല്ലോ മറ്റൊന്ന് പ്രതിഷ്ഠിക്കുന്നത്. പ്രത്യേകിച്ചും അത്രയും പാവനമായി അതിന്റെ പരിശുദ്ധിയോടുകൂടി എടുത്ത് മാറ്റുകയാണ് വാജിവാഹനമായാലും അഷ്ടദിക്പാലകരായാലും ചെയ്യുക. അപ്പോൾ അവിടെ നടന്നതിനെ കുറിച്ച് അറിയില്ല എന്ന് പറയുന്നതിൽ പതിരില്ലേ പ്രസാദ്? ഗുഡ് ഈവനിങ് സുജയ. ദുരൂഹമായ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ ശബരിമലയിൽ നടക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ കണ്ടതുപോലെ അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ പാളികളിലെ സ്വർണവും കട്ടിളപ്പടിയിലെ സ്വർണവുമെല്ലാം കൊണ്ടുപോയതിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുകയും ചെയ്യുന്നത്. 2007 മുതലുള്ള ഒരു കാലഘട്ടത്തിൽ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ, അറ്റകുറ്റപ്പണികൾ, അതുപോലെ സ്വർണം പൂശലുകൾ എല്ലാം അവിടെ നടന്നിട്ടുണ്ട്. അതിൽ പലതും ദുരൂഹമാണ് എന്നതിൻ്റെ തെളിവുകളിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘവും നീങ്ങുന്നത് എന്നുള്ളതാണ്. കാരണം വാജിവാഹനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കണ്ഠരര് രാജീവരിൽ നിന്ന് മൊഴിയെടുക്കുകയും ചെയ്തു എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. സമീപകാലത്ത് സുജയ, അതായത് ഒരു 2007 മുതൽ ഇങ്ങോട്ടേക്കുള്ള ഈ ഒരു കാലയളവിൽ ഒരുപാട് സാമഗ്രികൾ അവിടെ നിന്ന് പുതുതായി നിർമ്മിക്കുകയോ സ്വർണം പൂശുകയോ എല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല അതിനൊരു മതിയായ കാരണവും പറയാനുള്ള. പതിറ്റാണ്ടുകൾ നിന്ന കൊടിമരം 1970കളിലാണ് 70-71 കാലഘട്ടത്തിലാണ് അതിന് സ്വർണം പൂശുന്നത്. അതിന് സ്വർണം പൂശി പുതിയ കൊടിമരം ഉണ്ടാക്കുന്ന സമയത്ത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വാജിവാഹനം, അതായത് ആ കുതിരയുടെ രൂപമുള്ള വെള്ളിയിലുള്ള ആ വാജിവാഹനം പുതിയ കൊടിമരത്തിലേക്ക് വെച്ചു. മാത്രമല്ല അതിൻ്റെ താഴ്ഭാഗത്തുള്ള അഷ്ടദിക്പാലകർ 8 വിഗ്രഹങ്ങളടങ്ങിയ വട്ടത്തിലുള്ള അഷ്ടദിക്പാലകരുടെ ആ വിഗ്രഹം അതും 1971 സമയത്ത് പുതിയ കൊടിമരം സ്ഥാപിക്കുമ്പോൾ അതിലേക്ക് വെച്ചു. പക്ഷേ അവിടുന്ന് ഇങ്ങോട്ടേക്ക് 2017 ഫെബ്രുവരി മാസമാണ് പഴയ കൊടിമരം പൊളിച്ചു കളഞ്ഞത്. അന്ന് പൊളിച്ചു കളയുന്നതിന് മുമ്പായി ഒരു ദേവപ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. ദേവപ്രശ്നത്തിൽ പറഞ്ഞത് പഴയ കൊടിമരത്തിൻ്റെ അടിഭാഗത്ത് ഉറുമ്പും ചെതലും കയറി മോശമായി പോയി എന്നാണ് അന്നത്തെ ദേവപ്രശ്നത്തിൽ പറഞ്ഞത്. ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്നതിൽ കൂടിയതിൽ ഒരാൾ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ആവാൻ സാധ്യതയില്ല, കാരണം അതിൻ്റെ അടിഭാഗം കോൺക്രീറ്റ് ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ നിശബ്ദനാക്കി. പിന്നീട് ഈ പറയുന്ന 2017 ഫെബ്രുവരിയിൽ ഈ കൊടിമരം ഇളക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അടിഭാഗം ഒന്നും പ്രശ്നം സംഭവിച്ചിട്ടില്ല, അവിടെ കോൺക്രീറ്റ് ആയിരുന്നു. ആ കോൺക്രീറ്റ് പൊളിച്ചുകൊണ്ടാണ് അത് മാറ്റിയത് എന്നുള്ളത്. പിന്നീട് ജൂൺ മാസം ഇത് സ്ഥാപിക്കുന്ന സമയത്ത് പഴയ വാജിവാഹനം അവിടെ നിന്ന് മാറ്റി പുതിയ വാജിവാഹനത്തോടുകൂടി കൊടിമരം സ്ഥാപിച്ചു. അതിൻ്റെ അടിഭാഗത്തുള്ള അഷ്ടദിക്പാലകരെയും മാറ്റി. പക്ഷേ അഷ്ടദിക്പാലകർ ഇപ്പോൾ എവിടെയാണെന്നറിയില്ല. വാജിവാഹനം തൻ്റെ കയ്യിലുണ്ടെന്നും അത് തിരിച്ചെടുക്കണമെന്നും പറയുന്നത് തന്ത്രി കണ്ഠരര് രാജീവരാണ്. സുജയ, അതാണ് പുതിയ കൊടിമരം വന്നപ്പോൾ കാണാതായ അഷ്ടദിക്പാലകർ എവിടെയാണ് എന്നതറിയാൻ നമുക്കൊക്കെ അവകാശമില്ലേ? അപ്പോൾ അത് എവിടെയാണെന്നുള്ള ആ അന്വേഷണം നമ്മൾ തുടരുക തന്നെ ചെയ്യും. കൊണ്ടുപോയത് ആരാണെന്നുള്ളത് പുറത്തു വരണമല്ലോ. താങ്ക് യു ടി വി പ്രസാദ്.